ശതമാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ ആക്റ്റീവാണോ അത്രത്തോളം എനിക്ക് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നപ്പം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതൊരിക്കലും ഞാൻ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ആ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിൽ അതിന്റെ അടിയിൽ വരുന്ന ഓരോ എഴുത്തുകളും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതൊക്കെ പേരാമ്പ്രയിലുള്ള ആളുകൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രയാസത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിന് നിയമ നടപടി എന്താണോ അത് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അത്തരത്തിലുള്ള അധിക്ഷേപ കമന്റുകൾ വരുന്നത് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പരിശോധിച്ചിട്ടുണ്ട്. ആ കമന്റുകളുടെ ഒക്കെ ഉത്ഭവം പരിശോധിച്ച് നോക്കിയാൽ, അതിന്റെ കണ്ടന്റ് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. അതിന് പിന്നിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. നിരന്തരമായിട്ട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിന്, അധിക്ഷേപം നടത്തുന്നതിന്, ബോഡി ഷേമിംഗ് നടത്തുന്നതിന്, എങ്ങനെയൊക്കെയാണോ ഒരാളെ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മാനസികമായിട്ട് തകർക്കുക, അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇത്രയും കാലം ആ രൂപത്തിൽ തന്നെയാണ് അവർ എനിക്ക് നേരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലപ്പുറം ഇതൊരു വലിയ ആയുധമാണ്. ഇത് അവരുടെ മുമ്പിലുള്ള എന്തൊക്കെയാണോ ഇത്തരത്തിൽ ആളുകളുടെ മുമ്പിലുള്ള ആയുധം, അതിലേറ്റവും പ്രധാനപ്പെട്ട വലിയ ക്രൂരമായിട്ടുള്ള ഒരു അക്രമമാണ് അവർ കൊരക്കാൻ സാംസ്കാരിക നായകർ അല്ല, നായകൾ, പട്ടികൾ എന്നുള്ളതിൻ്റെ നായകൾ. ആ നായകളെ കിട്ടൂല. കാരണം എന്താ? ആ നായകളുടെ അണ്ണാക്കിലെല്ലാം പഴം തിരികിയിട്ടല്ല ഉള്ളത്, മറ്റൊരു സാധനമാണ് അണ്ണാക്കിൽ കയറ്റി വെച്ചിരിക്കുക. ആ സാധനത്തിൽ നിന്ന് പാല് ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു ആയുധം ഇവരുടെ അണ്ണാക്കിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ നായകളെല്ലാം കൂടി ആ അണ്ണാക്കിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ സാധനം ഇങ്ങനെ ഊമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാംസ്കാരിക നായകളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഫാത്തിമ ദഹ്ലിയയോട് എനിക്ക് പറയാനുള്ളത്, സഹോദരി, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ മനസ്സിനെ നോവിക്കുന്ന വിധത്തിൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാണല്ലോ. എന്തിനാണ് നിങ്ങൾ ഈ സ്ലട്ട് ഷെയ്മിങ് നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുന്നത്? നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് അവർ ബോഡി ഷെയ്മിങ്ങുകൾ നടത്തുന്നു? എന്തുകൊണ്ട് നിറത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ അതുപോലെ നിങ്ങളെ പിച്ച് ചീന്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് സഹോദരി, നിങ്ങൾ പേരാമ്പ്രയുടെ മണ്ണിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പേരാമ്പ്രയുടെ മണ്ണില് ചർച്ചയായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ ഒരു ഉറപ്പ് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നതിന് 1000 ഇരട്ടി വിശ്വാസം അന്തംഗമ്മി അടിമകൾക്കുണ്ട്. പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന അന്തംഗമ്മി അടിമകൾക്കുണ്ട്. ആ വിശ്വാസം എന്താണ്? ആ ഉറപ്പെന്താണ്? അത് മറ്റൊന്നുമല്ല, മെയ് 4 പെട്ടി തുറന്നെണ്ണുമ്പോ പേരാമ്പ്രയുടെ മണ്ണില് ഹരിത പതാക ഇങ്ങനെ വാനിൽ പറന്ന് കളിക്കുമെന്നുള്ള ഉറപ്പാണ്. LDFന്റെ കൺവീനർ, നിലവിലെ സിറ്റിംഗ് MLA, ഗുണ്ടാ നേതാവ് TP രാമകൃഷ്ണൻ, LDFന്റെ സ്ഥാനാർത്ഥി, പേരാമ്പ്രയുടെ മണ്ണിൽ തോറ്റു തുന്നം മാറുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരി, നിങ്ങൾക്കെതിരെ ഇത്രയും ചീഞ്ഞളിഞ്ഞ വൃത്തികെട്ട തെമ്മാടികളുടെ ഒരു പട തന്നെ ഇറങ്ങി നിങ്ങൾക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ സാംസ്കാരിക നായകൾ കാണൂല. കാരണം എന്താ? ആ പേ പിടിച്ച പട്ടികള് പിണറായി വിജയൻ്റെത് മാത്രമേ ഊമ്പുകയുള്ളൂ, അല്ലാത്തവരുടേത് അവർ ഊമ്പൂല. അത് വിജയനും ഈ പട്ടികളും തമ്മിലുള്ള ഒരു കരാറാണ്. ആ നായകൾ വാ തുറക്കില്ല. ആ നായകൾ വാ തുറന്നാലും ഇല്ലെങ്കിലും ശരി, മെയ് 4 സായാഹ്നം എന്ന് പറയുന്നത് അത് ഫാത്തിമ ദഹ്ലിയയുടേതാണ്. പേരാമ്പ്രയുടെ മണ്ണെന്ന് പറയുന്നത് അത് ഹരിത പതാക പറക്കാനുള്ള മണ്ണാണ്. ആ ഉറപ്പ്, ആ ഒരു യാഥാർത്ഥ്യം അന്തംഗമ്മി അടിമകളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് ഫാത്തിമ ദഹ്ലിയയുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ആ കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ ഞാനും ഒരു പെൺകുഞ്ഞിൻ്റെ, എൻ്റെ മോളുടെ, എൻ്റെ ഭാര്യയുടെ ഭർത്താവാണ്, ഞങ്ങൾക്ക് 2 പേർക്കും ജനിച്ച പെൺകുട്ടിയുടെ പിതാവാണ് ഞാൻ. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ
സ്ത്രീകൾ, ഒരു അമ്മ പെറ്റ മകൻക്ക് ഏതൊരു വ്യക്തിയുമാകട്ടെ, അയാൾ ഇത്തരത്തിൽ എങ്ങനെയാണോ ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുന്നത്? രാഷ്ട്രീയപരമായി പല തട്ടിലും നമ്മൾ ഉണ്ടാകും അല്ലേ? എന്നാൽ ചില ആളുകളുണ്ട്, ചില ആളുകൾക്ക് ചില അബദ്ധങ്ങൾ പറ്റും, ചില തെറ്റുകൾ പറ്റും, അവരത് തിരുത്താൻ തയ്യാറാകും. ചില ആളുകളുണ്ട് അങ്ങനെയല്ല, മനഃപൂർവം അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, ചൊരിഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ചാൽ വീണ്ടും അതേ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഫാത്തിമ തെഹ്ലിയയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ഒന്ന്, പേരാമ്പ്ര എന്ന് പറയുന്നത് വളകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഒരു പ്രദേശമാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അവരുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ പേരാമ്പ്രയിലാണ് ഷാഫിയുടെ ചോര വീണത് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ പേരാമ്പ്രയുടെ സ്ഥാനാർത്ഥിയായിട്ട്, പേരാമ്പ്രയുടെ ജനങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്ത സ്ഥാനാർത്ഥി അത് ഫാത്തിമ തെഹ്ലിയയാണ് എന്നുള്ളത്. ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന LDFിൻ്റെ കൺവീനറായിട്ടുള്ള ഗുണ്ടാ നേതാവിനെ മുട്ടിടിച്ച് തുടങ്ങുന്നതിനുള്ള കാരണം. ഈ മുട്ടിടി എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ TP രാമകൃഷ്ണൻ മുള്ളുന്നത് അത്രയും നിക്കറിലാണ്. TP രാമകൃഷ്ണൻ മുള്ളുന്നത് അത്രയും നിക്കറിലാണ്. അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശമനമുണ്ടാക്കാൻ വേണ്ടിയാ ഷാഫിയെ കയറി പൊട്ടിച്ചത്, ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചത് അതിനു വേണ്ടിയിട്ടാ. DYFIയുടെ കാക്കിയിട്ട ക്രിമിനൽ ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ് നടത്തിയ അക്രമമായിരുന്നു ഷാഫിക്ക് നേരെ നടന്നത്. അവിടെയും പരിഹാരമെല്ലാം ഉണ്ടാകുന്നത്, പ്രശ്നം കൂടുതൽ വഷളയാവുകയാണ് ചെയ്തത്. TP രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമാണ് ഷാഫിയെ കയറി പൊട്ടിച്ചത്. അത് TP വിചാരിച്ചതും കരുതിയതും വിശ്വസിച്ചതും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നായിരുന്നു. പക്ഷേ TPക്ക് തെറ്റി. പേരാമ്പ്രയുടെ മണ്ണിൽ ഷാഫിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത്രത്തോളം പോന്ന ഒരു സ്ഥാനാർത്ഥിയെ പേരാമ്പ്രയുടെ മണ്ണിൽ ലീഗ് അങ്ങോട്ട് സ്ഥാനാർത്ഥിയാക്കി, ഫാത്തിമ തെഹ്ലിയ. അവിടെ നിന്ന് ഈ ഇത്രയും കാലം നിക്കറിൽ മുള്ളുക മാത്രമാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം രണ്ടും സാധിക്കുന്നത് നിക്കറിലാണ്, മുട്ടിടിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതിൻ്റെ പ്രതിഫലനമാണ് സഹോദരി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാകും, ഏതൊരു മനുഷ്യനും ഉണ്ടാകും. നമ്മളെ ഇങ്ങനെ വല്ലാതെ ആരെങ്കിലും അധിക്ഷേപിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകും, ശരിയാണ്. പക്ഷേ നിങ്ങൾ വിഷമിപ്പിക്കണ്ട, നിങ്ങളുടെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ 9 ജനം പോളിംഗ് ബൂത്തിലേക്ക് കയറുന്ന ദിവസം ഫാത്തിമ തെഹ്ലിയ അത് നിങ്ങളുടേതാണ്. അവിടെ തീരുവോ? അവിടെ തീരില്ല. മെയ് 4 എന്ന് പറയുന്ന ദിവസം പേരാമ്പ്രയുടെ മണ്ണില് ഹരിത പതാക വാനിൽ ഉയർന്നങ്ങനെ പറക്കുന്ന ദിവസമാ, അതും നിങ്ങളുടെ ദിവസമാണ്. വളരെ കൃത്യമായിട്ട് എനിക്കത് പറയാൻ കഴിയും. അന്ന് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനക്ക്, നിങ്ങളുടെ മനസ്സിനേറ്റുന്ന മുറിവുകൾക്ക് ഒക്കെ മറുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് മെയ് 4 ആ മരുന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. പേരാമ്പ്രയുടെ ജനം നിങ്ങളോടൊപ്പമുണ്ട്. ജനം എല്ലാം കാണുന്നുണ്ട്, അവരെല്ലാം കേൾക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവർ റിയാക്ട് ചെയ്യും. ഏപ്രിൽ 9 എന്ന് പറയുന്നത് അവരുടെ റിയാക്ഷൻ്റെ ദിവസമാണ്. വർഷങ്ങളായിട്ട് അവർ കാത്തിരിക്കുന്ന ദിവസം, അവർ കരുതി വെച്ച ദിവസം. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് കേരളത്തിൻ്റെ പ്രബുദ്ധരായ സമൂഹം കാത്തിരിക്കുന്നത്. ആ കാത്തിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 9 ദിനമാണ്. അന്ന് ജനം ആ ദിവസം കാത്തിരുന്ന് കിട്ടിയ ആ അവസരം വളരെ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് അവർ വിനിയോഗിക്കുക തന്നെ ചെയ്യും.
ആ ദിവസത്തോടു കൂടി സഹോദരി നിങ്ങളുടെ മനോവേദന, നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവ് അന്നത്തോടു കൂടി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഭേദമാകും. അതുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകൾ, ഇവിടുത്തെ വനിതാ കമ്മീഷൻ അവരൊന്നും അനങ്ങില്ല. ചെറുവിരൽ പോലും അവരനക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വായിലൊക്കെ പഴമല്ല തിരികിയിരിക്കുന്നത്, മറ്റൊരു സാധനമാ. ആ സാധനം ഊമ്പി കഴിയുമ്പോൾ അവരുടെ വായിൽ നിന്ന് ചിലതൊക്കെ പുറത്തേക്ക് വരും. മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടില്ല, ഐസൊക്കെ നമ്മൾ വല്ലാതെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ, ഐസ് എന്ന് പറയുന്നത് ഞാൻ പഴയ വൈബിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സൈക്കിളിൽ പെട്ടിയിൽ വെച്ചിട്ട് ഉന്തിക്കൊണ്ടുവരുന്ന പാലൈസ്, കോലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങൂലേ നമ്മുടെ വായയുടെ രണ്ട് സൈഡിലൂടെ? അതുപോലെ ഇവരുടെ വായയിൽ നിന്നും ഒലിച്ചിറങ്ങും. അതുകൊണ്ട് അവർ വാ തുറക്കില്ല, അവരുടെ വാ മൂടിക്കെട്ടിയിട്ടുണ്ട്. അവർ കുരക്കേണ്ട, ആ പേപ്പട്ടികൾ കുരക്കേണ്ട. ആ പേപ്പട്ടികൾ കുരച്ചാൽ കേരളത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ഒരു പൊടിക്കൊന്നടങ്ങ്, നിങ്ങൾ വിഷമിക്കാതെ. മെയ് 4 സായാഹ്നം നിങ്ങളുടേതാണ്. പേരാമ്പ്രയുടെ മണ്ണില്, ഷാഫിയുടെ ചോര വീണ മണ്ണില് എല്ലാത്തിനും കൂടി ഈ ലൈംഗിക അധിക്ഷേപങ്ങൾക്ക്, ഈ പരിഹാസങ്ങൾക്ക്, ഈ സ്ലട്ട് ഷെയ്മിങ്ങുകൾക്ക്, ഈ ബോഡി ഷെയ്മിങ്ങുകൾക്ക് എല്ലാത്തിനും ചേർത്ത് നമ്മളൊരു പരിഹാരക്രിയ നടത്തുന്നുണ്ട്. അത് മെയ് 4 പേരാമ്പ്രയുടെ മണ്ണില് ആ പരിഹാരക്രിയ നമ്മൾ നടത്തുന്നതാ. അതുവരെ ഒന്ന് ക്ഷമിക്കൂ സഹോദരി.